ഒരു പവർ വരണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന്റെ ആ ഒരു റിയാക്ഷൻ കൂടി കിട്ടണം അല്ലേ? നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന ഒരു സ്പേസിൽ പാടുന്നതും ആ സ്റ്റേജിൽ പാടുന്നതും. പിന്നെ ഒരു വേറൊരു വൈബാണുള്ളത്. ഈ ജാസി ഗിഫ്റ്റിന്റെ കൂടെ ശംഭുവിലേക്ക് എത്തുന്ന ആ ഒരു ബൊമ്മപ്പാട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ശംഭുവിലാണ് ആദ്യം പാടുന്നത് അല്ലേ? ഫസ്റ്റ് സോങ് ശംഭു ആണ് അല്ലേ? ശംഭു ജാസി ഗിഫ്റ്റ് ആണ്. ഉറപ്പായിട്ടും നമ്മളെ ചങ്ക് ബ്രോ ഇവിടെ വന്നിരുന്നു, നമുക്ക് വന്നിരുന്നു ഗസ്റ്റ് ഇവിടെ അതിഥിയായി വന്നിരുന്നു. എന്തുണ്ടെങ്കിൽ മോനെ വിളിക്കാറുണ്ട്. കന്നഡയിലും പാടിച്ചു അല്ലേ? ആ കനലിൽ പാടി കന്നഡയിലും പാടിച്ചു ജോസി കഴിഞ്ഞ ഒരു 3-4 ദിവസം പറഞ്ഞു പാടി. ആണല്ലേ? അത് ഞാൻ ഈ ഗാനമേളയിൽ ഞാൻ 96 ഫസ്റ്റ് ഹമ്മയാണ് നമ്മൾ. അത് എൻ്റെ വീടിനടുത്ത് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ SP സോങ് ആണ് കൂടുതൽ പാടുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് ട്രെൻഡായപ്പോൾ ആ പുള്ളിയുടെ വോയിസുമായിട്ട് അത് മാച്ച് ആവുന്നില്ല പാട്ട്. അപ്പം 2-3 പാട്ട് പാടി സ്റ്റേജിൽ പാടി കഴിഞ്ഞപ്പോൾ അത് ശോകമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതെന്തായിരുന്നു? അത് വേറൊരു വാക്കാണ്. പിന്നെ നല്ല രസമുള്ള ശോക സീൻ എന്ന് പറയുക. അതെ അതെ, ഈ കൊച്ചിക്കാര് സീനാണല്ല എന്ന് പറയും. നമ്മളെ താഴെയൊക്കെ ഡെസ്കിൽ ചിലപ്പോൾ പ്രോംപ്റ്റർ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴത്തേക്കും സീനാണല്ലോ എന്ന് പറയും. സീനല്ല ബ്രോ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ അപ്പച്ചൻ്റെ കൂട്ടുകാരൻ്റെ ട്രൂപ്പായിരുന്നു. അപ്പോൾ പറഞ്ഞ ഇങ്ങനെ അപ്പച്ചൻ്റെ ഒരു തോമസ് എന്നാ, എടാ അവൻ്റെ മോൻ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാറ്, അപ്പോൾ നമുക്ക് അങ്ങനെ അവനെ വിളിച്ച് പാടിക്കാം. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് സെറ്റായിരുന്നു. അപ്പോൾ അതാണ് ഒരു വലിയ സ്റ്റേജിൽ ഞാൻ ചേർത്തല കണിച്ചുകുളങ്ങര ക്ഷേത്രമാണെന്ന് തോന്നുന്നു, 96 ആണെന്ന് തോന്നുന്നു. അതുമുതൽ ഇന്നിപ്പോൾ ഇവിടം വരെ ആലപ്പുഴ തുടങ്ങിയതിന്റെ ഒരു ഐശ്വര്യമാ അല്ലേ? ആലപ്പുഴയിൽ ബ്ലൂ ഡയമണ്ട്സിൽ പാടിയിട്ടില്ല അല്ലേ? ബ്ലൂ ഡയമണ്ട്സിൽ പാടിയിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട്സ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഗാനമേള ട്രൂപ്പാണ് ബ്ലൂ ഡയമണ്ട്സ്. ഭയങ്കര പരസ്യം കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ തുടങ്ങിയാന്നറിയോ ഈ പരിപാടി തുടങ്ങി അന്ന് മുതൽ തുടങ്ങുന്നു ബ്ലൂ ഡയമണ്ട്സ്. പുള്ളിക്ക് എന്തോ ഒരു അതെ, എന്റെ ശരിച്ച് നമ്മള് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇവരായിരുന്നു തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാര് നമ്മുടെ നാട്ടിലെ. സുരേഷ് ചേട്ടൻ. അല്ല, നിങ്ങൾ കാണുന്നതിന് മുമ്പൊക്കെ വേറെ മിർസ ഷെറീഫ്, ഐസക് ഉണ്ടല്ലോ, ഐസക് ഇപ്പോഴും പാടുന്ന മുടിയൊക്കെ. അതെ അതെ അതെ, ഐസക് അവരൊക്കെ വലിയൊരു ഓർക്കസ്ട്ര ലീഡർ പാപ്പച്ചൻ. അതെ 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 അതെ. അപ്പോൾ അവരൊക്കെ ആയിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഗായകർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ പറയുന്നതാണ്. പക്ഷെ ഇവരത് ആലപ്പുഴയ്ക്ക് വേണ്ടി പറയുന്നതാണ്, ബ്ലൂ ഡയമണ്ട്സിന് വേണ്ടി പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ബ്ലൂ ഡയമണ്ട്സുകാർ എനിക്ക് വേണ്ടി ഒരു പരിപാടി വെറുതെ നടത്താൻ സാധ്യത ഇങ്ങനെ അതിഥിയായിട്ടുണ്ട് സാർ. അതെ. നമുക്കേ